അപ്പോൾ ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നാണ് നമ്മളെ ഉത്തർപ്രദേശിലെ കല്യാണത്തിൻ്റെ ഡേ 1. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹൽദിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ഇവിടെ ഫുഡ് കഴിക്കാൻ, ഫുഡ് പറയാൻ ഭയങ്കര ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. എന്നിട്ട് ഞങ്ങളിവിടെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ മിക്സർ ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു ഗൈസ്. കാരണം അതൊക്കെ ഉണ്ടാക്കാനേ എല്ലാവരും നേരേ ഉള്ളൂ. കാരണം അവിടെ നേരത്തെ എത്തണം എന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആൻറ്റിജി എന്നവിടെ ഇല്ലേനു, ആൻറ്റിജിൻ്റെ മോള് മാത്രമേ ഉള്ളേനു കേട്ടോ. അപ്പോൾ ആ മോളാണ് അത്രയും കഷ്ടപ്പെട്ട് ആക്കി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ ഇതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി അവിടെ ചെന്നിട്ടാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇതാ ഈ പന്തലൊക്കെ റെഡി ആവണുള്ളൂ ഗൈസ്. ഫുഡൊക്കെ വല്ല ഉണ്ടാക്കാൻ തുടങ്ങണുള്ളൂ, തുടങ്ങല്ല ഒരു പകുതി വയ്ക്കണം. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് ഗായ്സ്. ഇവിടെ കണക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ആ സൈഡൊക്കെ കാണാൻ നല്ല രസം, പാടം ഇങ്ങനെ ആയി നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിതാ ഇതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. ഉള്ളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വമ്പൻ സ്വീകരണമായിരുന്നു. ഗുലാബ് ജാമുനും പിന്നെ ഒരു വെള്ള കളർ എന്തോ ഒരു സാധനവും തന്നു ഗൈസ്. അതും ഇങ്ങനെ ഒരു ഷുഗർ സിറപ്പിലിട്ടേക്കുന്ന എന്തോ ഒരു സ്വീറ്റാണ്. അപ്പോൾ ഞാൻ അതന്നെ ട്രൈ ചെയ്തു ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ നല്ലൊരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു. അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ആദ്യം എനിക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഓന് കൊടുത്തു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ ഫുഡല്ല ഈ ഗുലാബ് ജാമുനൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനും വല്ല ഞങ്ങൾക്ക് വെള്ളം കൊടുന്നു. വെള്ളം കൊടുത്തതിന് ശേഷം വല്ല ഫാൻ വരെ ഞങ്ങൾക്ക് കൊടുന്നു തന്നു ഗൈസ്. ഫാൻ കൊടുന്ന് ഞങ്ങളോട് അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇവിടെ ഓലെ പൂജ ആണ് കേട്ടോ. ഹൽദീൻ്റെ ഒരു കൊടുക്കുമ്പോൾ കുറച്ച് ചാണകം വെച്ച് ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കി അങ്ങനെ ഒരു പൂജയാണ് ഗൈസ്. ആൻറ്റിജൊക്കെയാണ് കേട്ടോ പാടണേ. പുതിയണ്ണിന്റെ വീടാണത്. ഇത് പുതിയണ്ണിന്റെ കല്യാണമാണ്. കൊച്ചിനെടുക്കണം അമ്മ, കൊച്ചിനെ. അത് കാര്യമല്ലേ ഗൈസ് നിങ്ങൾക്ക്? ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും ഞങ്ങൾക്ക് അറിയില്ല ഇത് പുതിയണ്ണിൻ്റെ കല്യാണമാണോ അത് പുതിയാപ്പിളിൻ്റെ കല്യാണമാണോ എന്നിട്ടോ. അവിടെ നിന്നിങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ നോക്കി ഇന്ന് ആൻറ്റിജിനോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പുതിയണ്ണിൻ്റെ കല്യാണമാണെന്നാ. ഇത്രയും ദിവസം ഞങ്ങൾ വിചാരിച്ചത്, കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുവോളം ഞങ്ങൾ വിചാരിച്ചത് പുതിയാപ്പിളിൻ്റെ കല്യാണം ഇക്കാരം എന്നാണ്. കാരണം ആൻറ്റിജിക്കൊരു ബ്രദറുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ വിചാരിച്ചു ആ ബ്രദറിൻ്റെ കല്യാണം ഇക്കാരം എന്നാണ്. ബ്രദർ എന്ന് വെച്ചാൽ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ഓരോ കല്യാണമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് എത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഓരോ കല്യാണമൊന്നും അല്ല, ആൻറ്റിജിൻ്റെ ബ്രദറിൻ്റെ മോളെ കല്യാണമാണ്. ഇനി ബ്രദറിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അത് ഇനി 29-ാം തീയതിയാണ്. ഇതിപ്പോൾ 20-ാം തീയതി കേട്ടോ. ഇത് ഇനി 29-ാം തീയതി ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കൺഫ്യൂഷനൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടോ. അപ്പോൾ പൂരിയും പിന്നെ ഒരു പരിപ്പ് കറിയും ഒരു സാമ്പാർ പോലെയുള്ളൊരു കറിയാണ് കേട്ടോ ഗൈസ്. അതൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ പിന്നെയും പുറത്തോട്ട് ഇറങ്ങി ഗൈസ്, ഇവിടെയൊക്കെ ഒന്നും കൂടി കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഫുള്ളായി സെറ്റായിട്ടില്ല. അതൊക്കെ കണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ കണ്ട പുതിയണ്ണ കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ പുതിയണ്ണനെ കാണണേ. പുതിയണ്ണ ഇവിടെ ഹൽദി പൂജക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാ മൈലാഞ്ചൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ ചോപ്പിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഗൈസ് പുതിയണ്ണ്. ഇതാ പുതിയണ്ണ് ഇങ്ങനെ. ഇനി എനിക്ക് തോന്നുന്നത് ഗൈസ് മഞ്ഞളൊക്കെ തേപ്പിച്ച് നമ്മൾ സീരിയലിലൊക്കെ കാണുന്ന പോലെ, ഹിന്ദി സീരിയലിലൊക്കെ കാണുന്ന പോലെ കുളിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്.
അപ്പം അതവിടെ എന്തോ വെളിച്ചെണ്ണ പോലൊരു സാധനമൊക്കെ തേച്ചെടുക്കുന്നുണ്ട് പുതിയണ്ണിൻ്റെ കയ്യുമ്മേ. മൈലാഞ്ചി ഇട്ട കയ്യുമ്മലിട്ടോ. अच्छा चुम्मा वाला कपड़ा उसी हो जाए हाला आजा चला काय मगर सुत तो थियो अरे धोई जाले सब अपन निकाल ले चुमीला हां चुमाला बाने धीरे അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഹൽദി വീഡിയോ വലിയ അടിപൊളിയൊന്നുമല്ല ഗായ്സ്, പക്ഷെ ഇതെല്ലാം അടിപൊളിയാണ് കല്യാണ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും വരും ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഹൽദി വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.